കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ബേസായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മ കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പഠിച്ചത് അല്ലേ, അരിസ്റ്റോട്ടിൽ ആണ് രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൻ്റെ പിതാവ്. രാഷ്ട്രത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് രാഷ്ട്രതന്ത്രശാസ്ത്രം. അതേപോലെ തന്നെ രാഷ്ട്രീയവും രാഷ്ട്രതന്ത്രശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം, എന്താണ് രാഷ്ട്രം അല്ലേ, എന്താണ് സ്റ്റേറ്റ് എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. നമ്മൾ അവസാനം പഠിച്ചത് അങ്ങനെ പറഞ്ഞല്ലേ, സ്റ്റേറ്റ് ഈസ് ആൻ ഓർഗനൈസേഷൻ വിച്ച് പ്രൊട്ടക്റ്റ് law and order in the society. സമൂഹത്തിലെ നിയമവും ക്രമസമാധാനവും സംരക്ഷിക്കുന്ന ഒരു സംഘടനയാണ് രാഷ്ട്രം. ആ രാഷ്ട്രത്തെക്കുറിച്ചാണ്, അതായത് സ്റ്റേറ്റ് ഈസ് ദ മെയിൻ തീം ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് എന്താണ്? രാഷ്ട്രത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ടും പഠിക്കുന്നത്. രാഷ്ട്രത്തെക്കുറിച്ച് നമ്മൾ ആധികാരികമായിട്ട് പഠിക്കും. എന്താണ് രാഷ്ട്രം, രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, രാഷ്ട്രം എന്തൊക്കെ ചെയ്യുന്നു, രാഷ്ട്രം ജനങ്ങൾക്ക് ഉറപ്പുവരുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, തിരിച്ച് ജനങ്ങൾ രാഷ്ട്രത്തോട് എന്തൊക്കെ കടമകൾ പാലിക്കണം, ഇങ്ങനെ ഒട്ടനവധി രാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രമാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. രാഷ്ട്ര പഠനമാണ്, രാഷ്ട്രത്തെക്കുറിച്ചുള്ള പഠനമാണ് രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൻ്റെ കണ്ടന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്റർ ഞാൻ പറഞ്ഞ 2 ടെക്സ്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ടെക്സ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക്, രണ്ടാമത്തെ ടെക്സ്റ്റ് പൊളിറ്റിക്കൽ തിയറി. അതിൽ നമുക്ക് ആദ്യം രണ്ടിലും ആദ്യത്തിൽ 10 ചാപ്റ്റർ, രണ്ടാമത്തേലും 10 ചാപ്റ്റർ, 2 ടെക്സ്റ്റായിട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. അതായത് ചാപ്റ്റർ 3, 3ാമത്തെ ചാപ്റ്റർ നമുക്ക് തുടങ്ങാം. അപ്പോൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇത് പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പൊളിറ്റിക്കൽ സയൻസ് എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകും, കൂടുതൽ മനസ്സിലാകും. ചാപ്റ്റേഴ്സിലോട്ട് പോകാം നമുക്ക്. അപ്പോൾ 3ാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് എലക്ഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ എന്നാണ്. എലക്ഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ, തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും. റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? പ്രാതിനിധ്യം. എലക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് തെരഞ്ഞെടുപ്പ്. അപ്പോൾ തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും. ഈ ചാപ്റ്ററിൽ നമ്മൾ തെരഞ്ഞെടുപ്പുകളെക്കുറിച്ച് പഠിക്കും. എന്താണ് തെരഞ്ഞെടുപ്പുകൾ, അതേപോലെ തന്നെ റെപ്രസെൻറ്റേഷൻ, പ്രാതിനിധ്യം, എങ്ങനെയൊക്കെയാണ് ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്, തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതിൽ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ഡെമോക്രസി എന്ന കാഴ്ചപ്പാടിനെ കുറിച്ചാണ്. നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ഡെമോക്രസിയെക്കുറിച്ചാണ്. ഡെമോക്രസി എന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിൽ പറയുന്നത് എന്താണ്? ജനാധിപത്യം. ഡെമോക്രസി എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ജനാധിപത്യം. അപ്പോൾ എന്താണ് ജനാധിപത്യം അല്ലേ? നമുക്കറിയാം, ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രി ഇൻ ദ വേൾഡ്. ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രി ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ നമുക്കറിയാം, നമ്മളെക്കാളും ജനസംഖ്യ കൂടിയ രാജ്യമുണ്ട് ചൈന. നമുക്കറിയാം ചൈന. അപ്പം നമ്മളെക്കാളും ജനസംഖ്യ കൂടിയ രാജ്യമായ ചൈന എന്തല്ല? ജനാധിപത്യ രാജ്യം അല്ല. എന്നാൽ ജനസംഖ്യയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം. അപ്പോൾ ആ ജനാധിപത്യം എന്ന് പറയുന്ന കാഴ്ചപ്പാട് എന്താണ് എന്നാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ജനാധിപത്യം എന്താണ് എന്നാണ്. പരീക്ഷയ്ക്ക് ചോദിക്കും എന്താണ് ജനാധിപത്യം, അതിൻ്റെ അർത്ഥം എന്താണെന്നൊരു 3 മാർക്ക് 4 മാർക്കിനൊക്കെ സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. ദ ടേം ഡെമോക്രസി വാസ് ഒറിജിനേറ്റഡ് ഫ്രം 2 വേർഡ്സ്, ഡെമോസ് ആൻഡ് ക്രാറ്റോസ്. ഡെമോസ് ആൻഡ് ക്രാറ്റോസ്. ജനാധിപത്യം എന്ന വാക്ക് അല്ലെങ്കിൽ ഡെമോക്രസി എന്ന ടേം ഉണ്ടായതിനെ കുറിച്ച് നമുക്ക് ആദ്യം പഠിക്കാം. ഡെമോക്രസി എന്ന ടേം ഉണ്ടായത്, ദ ടേം ഡെമോക്രസി വാസ് ഒറിജിനേറ്റഡ് ഫ്രം 2 വേർഡ്സ്, ഡെമോസ് ആൻഡ് ക്രാറ്റോസ്. ഡെമോസ് മീൻസ് പീപ്പിൾ ആൻഡ് ക്രാറ്റോസ് മീൻസ് പവർ. ഡെമോസ് മീൻസ് പീപ്പിൾ ആൻഡ് ക്രാറ്റോസ് മീൻസ് പവർ. ഡെമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം പീപ്പിൾ എന്നാണ്.
ക്രാറ്റോസ് എന്ന് പറഞ്ഞാൽ പവർ എന്നാണ്. ഇത് രണ്ടും ഗ്രീക്ക് വേർഡ്സ് ആണ്. ഡെമോസും ക്രാറ്റോസും ഗ്രീക്ക് വേർഡ്സ് ആണ്. അപ്പോൾ ദ ടേം ഡെമോക്രസി വാസ് ഒറിജിനേറ്റഡ് ഫ്രം ടു വേർഡ്സ് ഡെമോസ് ആൻഡ് ക്രാറ്റോസ്. ഡെമോസ് മീൻസ് പീപ്പിൾ ആൻഡ് ക്രാറ്റോസ് മീൻസ് പവർ. അപ്പോൾ ഡെമോക്രസി മീൻസ് the power of people. Democracy means the power of people or people's power. In a democratic country, political power lies with the people or political power lies in the hands of the people. ഒരു ജനാധിപത്യ രാജ്യത്തിൽ രാഷ്ട്രീയ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ജനങ്ങളുടെ കയ്യിലാണ്. ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിലും ഇങ്ങനെയല്ല. ലോകത്ത് പല രീതിയിലുള്ള ഗവൺമെൻറ് ഫോംസ് ഓഫ് ഗവൺമെൻറ്റ്സ് പല രീതിയിലുള്ള. ഇപ്പോൾ നമുക്ക് ഉദാഹരണം എടുക്കാം. ഇപ്പോൾ ഒരു സിസ്റ്റം എടുക്കാം. നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യയിൽ ഡെമോക്രസി ആണല്ലേ നമുക്കറിയാം. എന്നാൽ നമ്മൾ സൗദി അറേബ്യ എടുത്തു നോക്കിയാണ്, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ, പല ഗൾഫ് രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന അവിടുത്തെ ഗവൺമെൻറ് രൂപം എന്താണെന്ന് അറിയാമോ? മൊണാർക്കിയാണ്. മൊണാർക്കി മീൻസ് രാജഭരണം. ഇല്ലേ? നമുക്ക് ഉദാഹരണം ഇപ്പോൾ സൗദി അറേബ്യയിൽ എന്താണ്? രാജഭരണമാണ്. അവിടെ ഇപ്പോഴും രാജഭരണമാണ്. അത് അവിടുത്തെ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ആണ് മൊണാർക്കി. അവിടെ ഡെമോക്രസി അല്ല, അവിടെ മൊണാർക്കിയാണ്. ഇനി പല ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചില രാജ്യങ്ങളിലൊക്കെ നമുക്ക് ആട്ടോക്രസി കാണാൻ പറ്റും. ആട്ടോക്രസി മീൻസ് ഏകാധിപത്യം. അതും ഒരു ഗവൺമെൻറ് രൂപമാണ്. ഏകാധിപത്യം, ആട്ടോക്രസി. അതായത് ഒരു ആട്ടോക്രാറ്റ് ഭരണം നടത്തുന്നു, ഒരു ഏകാധിപതി ഭരണം നടത്തുന്നു, ആട്ടോക്രസി. ഇനി ചില സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും അനാർക്കി കാണാൻ പറ്റും. അനാർക്കി വേറൊരു രൂപമാണ്. അനാർക്കി മീൻസ് അരാജകത്വം. അതായത് ദർ ഈസ് നോ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ. കേന്ദ്രീകൃതമായിട്ടുള്ള യാതൊരു സംവിധാനമില്ലാത്ത കുഴഞ്ഞു മറിഞ്ഞ രാഷ്ട്രീയ പരിസ്ഥിതി നിലനിൽക്കുന്ന ചില രാജ്യങ്ങളുണ്ട്. ആഫ്രിക്കയിലൊക്കെ ചില രാജ്യങ്ങളുണ്ട് അങ്ങനെയുള്ള. അവിടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒന്നും തന്നെ യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാത്ത രാജ്യങ്ങളുണ്ട്. അങ്ങനെയുള്ള രാജ്യങ്ങളെ, അങ്ങനെയുള്ള അവസ്ഥയെ പറയുന്ന പേരാണ് നമ്മളെന്തെന്ന് പറയും? അനാർക്കി, അരാജകത്വം എന്ന് പറയും. ഇല്ലേ? മൊണാർക്കി എന്ന് പറഞ്ഞാൽ രാജഭരണം, ആട്ടോക്രസി എന്ന് പറഞ്ഞാൽ ഏകാധിപത്യം. ഇതുപോലെ ഒട്ടനവധി ഉണ്ട്. വേറൊന്നാണ് ഒളിഗാർക്കി എന്ന് പറഞ്ഞാൽ ദ ഗവൺമെൻറ് ബൈ റിച്ച് പീപ്പിൾ. പണക്കാരുടെ ഗവൺമെൻറ്. പണക്കാർ ഭരിക്കും രാജ്യത്തിലെ സമ്പന്നരുടെ ഗവൺമെൻറ്. സമ്പന്നരാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. അവർ ഭരിക്കും. അവരുടെ കൂട്ടായ്മയാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സിസ്റ്റം ഉണ്ട്, ഒളിഗാർക്കി. അപ്പോൾ ഒട്ടനവധി രൂപങ്ങളുണ്ട് ലോകത്ത്. അപ്പോൾ എന്തു തന്നെയായാലും ഉള്ള രൂപങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല രൂപം എന്ന് പറയുന്നത് ഏതാണ്? ഇന്ന് ഡെമോക്രസിയാണ്. സോ ഡെമോക്രസി ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ഫോം ഓഫ് ഗവൺമെൻറ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും പ്രചാരം നേടിയിട്ടുള്ള ഗവൺമെൻറ് രൂപമാണ് ഡെമോക്രസി. അതായത് ലോകത്തിലെ കൂടുതൽ രാജ്യങ്ങളും സ്വീകരിച്ചിരിക്കുന്ന ഗവൺമെൻറ് രൂപമാണ് ജനാധിപത്യം. പല രൂപങ്ങളുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഗവൺമെൻറ് രൂപം അതാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഡെമോക്രസി ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ഫോം ഓഫ് ഗവൺമെൻറ് ഇൻ ദ വേൾഡ്. The term democracy was originated from two words, demos and kratos. Demos means people and kratos means power. Democracy means the power of people. In a democratic country, political power lies in the hands of the people. ഒരു ജനാധിപത്യ രാജ്യത്തിൽ രാഷ്ട്രീയ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ജനങ്ങളുടെ കയ്യിലാണ്. ഇല്ലേ? ഇന്ത്യ ഇപ്പോൾ ജനാധിപത്യ രാജ്യമാണ്. നമ്മൾ നോക്കിയാണ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഇല്ലേ? ആരാണ് തിരഞ്ഞെടുക്കുന്നത്? ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ജനങ്ങളാണ്. ഇല്ലേ? അപ്പോൾ രാഷ്ട്രീയ അധികാരം നമ്മുടെ ജനങ്ങളെ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ജനങ്ങളാണ് ഇവിടെ രാജാവ്. മനസ്സിലായില്ല? ഈ ഡെമോക്രസി എന്ന് പറയുന്ന കാഴ്ചപ്പാടിന് ഈ ലോകത്തിലുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളും സ്വീകരിച്ചിരിക്കുന്ന ഈ സിസ്റ്റം ഓഫ് ഗവൺമെൻറ്റിന് ഒരു നിർവചനം ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലോകത്തിലുള്ള എല്ലാ കുട്ടികളും പഠിക്കുന്ന ഒരു നിർവചനമുണ്ട്. ആ നിർവചനം കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ പഠിക്കാം. ആ നിർവചനം ഇതാണ്. അമേരിക്കയിൽ അടിമത്വം നിരോധിച്ച അമേരിക്കൻ പ്രസിഡന്റാണ് എബ്രഹാം ലിങ്കൻ. അദ്ദേഹം ഡെമോക്രസിക്ക് നൽകിയ ഒരു നിർവചനമുണ്ട്. ആ നിർവചനമാണ് നമുക്ക് പഠിക്കേണ്ടത്.
ലോകത്തുള്ള എല്ലാ കുട്ടികളും പഠിക്കുന്ന നിർവചനം അത് തന്നെയാണ്. അക്കോർഡിംഗ് ടു എബ്രഹാം ലിങ്കൻ, ഡെമോക്രസി ഈസ് ദ ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. ഡെമോക്രസി ഈസ് ദ ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. ജനങ്ങൾ, ജനങ്ങളാൽ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഗവൺമെൻറ്റാണ് ജനാധിപത്യ ഗവൺമെൻറ്. ജനങ്ങൾ, ജനങ്ങളാൽ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഗവൺമെൻറ്, അതാണ് ജനാധിപത്യ ഗവൺമെൻറ്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇതാണ് എന്നാണ് എബ്രഹാം ലിങ്കൻ നിർവചിച്ചിരിക്കുന്നത്. ഈ നിർവചനമാണ് ലോകത്തുള്ള എല്ലാ, അല്ലെങ്കിൽ ഇതൊരു പ്രചാരം ലഭിച്ചിട്ടുള്ള നിർവചനമാണ്. ഡെമോക്രസി ഈസ് ദ ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. ഇത് നൽകിയത് ആരാണ്? അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന, അല്ലെങ്കിൽ അമേരിക്കയിൽ അടിമത്തം നിരോധിച്ച അമേരിക്കൻ പ്രസിഡന്റാണ്, നമുക്കറിയാം, എബ്രഹാം ലിങ്കൻ. അദ്ദേഹമാണ് ഈ നിർവചനം നൽകിയത്. അപ്പോൾ ഡെമോക്രസി ഈസ് ദ ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. ഓക്കെ, ആൻഡ് it is the only form of government in the world which assures the participation of people in government. It is the only form of government in the world which assures the participation of people in government. ഗവൺമെൻറ്റിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന ഒരേ ഒരു രൂപം ഡെമോക്രസി മാത്രമേ ഉള്ളൂ. നമ്മൾ മറ്റ് രൂപങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ആട്ടോക്രസി എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഏകാധിപത്യം, ഏകാധിപത്യം. ഒരു ആട്ടോക്രാറ്റ്, ഏകാധിപതി അടിച്ചമർത്തി ഭരിക്കും ജനങ്ങളെ. തിരിച്ചൊന്നും ദർ ഇസ് നോ ഓപ്പോസിഷൻ, പ്രതിപക്ഷം ഇല്ല. ഇയാൾ പറയും, അത് കേൾക്കും. ഏകാധിപതി എന്താണോ പറയുന്നത് അത് നടപ്പിൽ വരും. പണ്ട് നമുക്കറിയാം രണ്ടാം ലോകമഹായുദ്ധത്തിന് മുമ്പ്, അല്ലെങ്കിൽ മുമ്പുള്ള ഹിറ്റ്ലർ, മുസോളിനി, അല്ലേ, ജർമ്മനിയിലെ ഹിറ്റ്ലർ, ഇറ്റലിയിലെ മുസോളിനി തുടങ്ങിയവരൊക്കെ ആട്ടോക്രാറ്റ്സ് ആയിരുന്നു. ഇന്നും ചില രാജ്യങ്ങളിൽ ഏകാധിപതികളുണ്ട്. നോർത്ത് കൊറിയയൊക്കെ പോലുള്ള രാജ്യങ്ങളിൽ ഇപ്പോഴും ഏകാധിപത്യം തന്നെയാണ് നിലനിൽക്കുന്നത് അവിടെ. അപ്പോൾ ഈ ആട്ടോക്രസിയിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും പങ്കാളിത്തം ഉണ്ടോ? ഇല്ല, ഒരു പങ്കാളിത്തമില്ല. ഏകാധിപതി തീരുമാനിക്കുന്നു, നടക്കുന്നു. ജനങ്ങളുടെ ഒരു കാര്യം ജനങ്ങളുടെ ചോദിക്കത്തില്ല. അതേപോലെ മൊണാർക്കി എടുത്തു കഴിഞ്ഞാൽ, രാജഭരണം എടുത്തു കഴിഞ്ഞാൽ രാജാവാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ജനങ്ങൾക്ക് അവിടെ യാതൊരു പങ്കാളിത്തവും ഇല്ല. അനാർക്കി ആയാലും ഒളിഗാർക്കി ആയാലും ഇങ്ങനെയൊക്കെ തന്നെയാണ്, ജനങ്ങൾക്ക് യാതൊരു പങ്കാളിത്തവും ഇല്ല. പക്ഷേ ഡെമോക്രസിയിൽ അങ്ങനെയല്ല. ഡെമോക്രസി ഈസ് ദ ഓൺലി ഫോം ഓഫ് ഗവൺമെൻറ് വിച്ച് അഷ്വേഴ്സ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന ഒരേ ഒരു രൂപം, അത് ഡെമോക്രസി മാത്രമേ ഉള്ളൂ. ഡെമോക്രസി ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ഫോം ഓഫ് ഗവൺമെൻറ് ഇൻ ദ വേൾഡ്. അപ്പോൾ നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ ഇതാണ്. ഈ 5 കാര്യങ്ങളാണ് പറയേണ്ടത്. മനസ്സിലായില്ലേ? ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഏതാണ്? ഈ നിർവചനം, എബ്രഹാം ലിങ്കൻ്റെ നിർവചനം. ഡെമോക്രസി ഈസ് ദ ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. ഓക്കെ, ഇനി നമ്മൾ ആ ഒരു ഡെമോക്രസിക്ക് വശങ്ങളെക്കുറിച്ച്, ഡെമോക്രസിയുടെ 2 വശങ്ങളെക്കുറിച്ചും കൂടെയാണ് പഠിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഡെമോക്രസിയുടെ 2 വശം, 2 രീതിയിലുള്ള ഡെമോക്രസി, ജനാധിപത്യമുണ്ട്. ജനാധിപത്യക്ക് 2 വശങ്ങളുണ്ട്. ഡെമോക്രസി ഹാസ് ബീൻ ഓഫ് 2 ആസ്പെക്ട്സ്. One is direct democracy, other is indirect democracy. ഒന്ന് പ്രത്യക്ഷ ജനാധിപത്യം, മറ്റൊന്ന് പരോക്ഷ ജനാധിപത്യം. അപ്പോൾ ജനാധിപത്യത്തിന് എത്ര വശങ്ങളുണ്ട്? 2 വശങ്ങളുണ്ട്. 2 രീതിയിലുള്ള ജനാധിപത്യങ്ങളുണ്ട്. ഒന്ന് പ്രത്യക്ഷ ജനാധിപത്യം, നമ്മളതിനെ ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയും. മറ്റൊന്ന് ഇൻഡയറക്റ്റ് ഡെമോക്രസി, നമ്മളതിനെ പരോക്ഷ ജനാധിപത്യം എന്ന് പറയും. ആദ്യം നമുക്ക് ഡയറക്റ്റ് ഡെമോക്രസിയിലോട്ട് പോകാം. എന്താണ് പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പഠിക്കാം. അതായത് പ്രത്യക്ഷ ജനാധിപത്യം ഇന്ന് നമുക്ക് ലോകത്തെവിടെയും കാണാൻ പറ്റാത്ത ഒരു ഡെമോക്രസിയാണ് ഡയറക്റ്റ് ഡെമോക്രസി. പ്രത്യക്ഷ ജനാധിപത്യം ഇന്ന് ലോകത്തെവിടെയും ഇല്ല. ഇന്ന് ലോകത്തെവിടെയും ഇല്ലാത്ത ഡെമോക്രസിയാണ് ഡയറക്റ്റ് ഡെമോക്രസി. മനസ്സിലായല്ലോ? ഇന്ന് ലോകത്തെവിടെയും ഇല്ലാത്തതാണ് ഡയറക്റ്റ് ഡെമോക്രസി. അപ്പോൾ എന്താണ് ഡയറക്റ്റ് ഡെമോക്രസി എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. എന്താണ് ഡയറക്റ്റ് ഡെമോക്രസി എന്ന് നമുക്ക് മനസ്സിലാക്കാം. It existed in ancient Greece and Rome. പുരാതന ഗ്രീസിലും റോമിലും, അന്നത്തെ നഗരരാഷ്ട്രങ്ങളിൽ, അവിടുത്തെ പുരാതന ഗ്രീസിലെയും റോമിലെയും നഗരരാഷ്ട്രങ്ങളിൽ നിലനിന്നിരുന്ന ഗവൺമെൻറ് സംവിധാനമാണ് ഡയറക്റ്റ് ഡെമോക്രസി.
പുരാതന ഗ്രീസിലും റോമിലും നിലനിന്നിരുന്ന സംവിധാനമാണ് പ്രത്യക്ഷ ജനാധിപത്യം. ഇന്ന് ലോകത്തെവിടെ ഇതില്ല. അപ്പോൾ എന്താണ് പ്രത്യക്ഷ ജനാധിപത്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇൻ ദിസ് സിസ്റ്റം പീപ്പിൾ പീരിയോഡിക്കലി അസംബിൾ ടുഗദർ. പീപ്പിൾ പീരിയോഡിക്കലി അസംബിൾ ടുഗദർ ആൻഡ് പെർഫോംസ് ഗവൺമെൻറ്റൽ ആക്ഷൻസ്. ഒരു രാജ്യത്തെ ജനങ്ങൾ, അന്ന് നമുക്കറിയാം ജനസംഖ്യ കുറവാണല്ലേ, പുരാതന കാലഘട്ടങ്ങളിൽ ജനസംഖ്യ കുറവായിരുന്നു. ഈ പ്രത്യേകിച്ച് പുരാതന ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങൾ, റോമിലെയും നഗരരാഷ്ട്രങ്ങൾ വളരെ ചെറിയ നഗരരാഷ്ട്രങ്ങളാണ്, കൊച്ചു രാഷ്ട്രങ്ങളാണ്. അവിടെയൊക്കെ ജനസംഖ്യ വളരെ കുറവാണ്. അപ്പോൾ ഒരു മൈതാനത്തോ ഒരു പറമ്പിലോ കൂടാവുന്ന ജനങ്ങൾ മാത്രമേ ഒരു രാജ്യത്തുള്ളൂ എന്ന്. കൊച്ചു നഗരരാഷ്ട്രങ്ങളാണ്. അപ്പോൾ ആ കൊച്ചു നഗരരാഷ്ട്രങ്ങൾ ഈ സിസ്റ്റമാണ് നിലനിന്നിരുന്നത്. അപ്പോൾ ഈ സിസ്റ്റം എങ്ങനെയാണെന്ന് അറിയാമോ? കാലാകാലങ്ങളിൽ എന്ത് ചെയ്യും, ജനങ്ങൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടും. ഒരു രാജ്യത്തിലെ ജനങ്ങളെല്ലാം കൂടെ ഒരു തുറസായ സ്ഥലത്തോ അല്ലെങ്കിൽ മൈതാനത്തോ അങ്ങനെയുള്ള എവിടെയെങ്കിലും എന്ത് ചെയ്യുന്നു, ഒരു രാജ്യത്തിലെ ജനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൂടുന്നു. പീരിയോഡിക്കലി പീപ്പിൾ അസംബിൾ ടുഗദർ. കാലാകാലങ്ങളിൽ ജനങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് കൂടുന്നു. ഇപ്പോൾ ഒരു 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോഴോ ഒക്കെ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നു. ആൻഡ് പെർഫോംസ് ഗവൺമെൻറ്റൽ ആക്ഷൻസ്. ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ആര് ചെയ്യുന്നു? ഈ ജനക്കൂട്ടം തന്നെ ചെയ്യുന്നു, ഇവർ തന്നെ ചെയ്യുന്നു. ഈ ജനങ്ങൾ ആരെയും തിരഞ്ഞെടുക്കുന്നതൊന്നുമില്ല. ഇവർ രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണ്? ഇപ്പോൾ നമുക്കറിയാം, ഇപ്പം മേക്കിംഗ് ലോസ്, നിയമങ്ങൾ ഉണ്ടാക്കുക, അപ്പോയിൻറ്റിങ് ഓഫീസേഴ്സ്, ഉദ്യോഗസ്ഥരെ നിയമിക്കുക, അല്ലെങ്കിൽ കണ്ടക്ട് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്, വികസന പ്രവർത്തനങ്ങൾ നടത്തുക തുടങ്ങിയവയെല്ലാം തന്നെ, അതായത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആര് തന്നെ ചെയ്യും? ഈ ജനക്കൂട്ടം തന്നെ ചെയ്യുന്നു, ഈ ജനങ്ങൾ തന്നെ ചെയ്യുന്നു. ഈ സിസ്റ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഡയറക്റ്റ് ഡെമോക്രസി. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കബിൾ ടുഡേ. ഇന്ന് ഇത് പ്രായോഗികമാണോ? ഒരിക്കലും ഇന്ന് ഇത് പ്രായോഗികമല്ല. ഇത് പുരാതന ഗ്രീസിലും റോമിലും നടക്കുമായിരുന്നു. കാര്യമെന്ന് പറഞ്ഞാൽ അന്ന് അവിടെ പ്രായോഗികമാണ്. കാര്യം അന്ന് ജനസംഖ്യ കുറവാണ്. ഈ സിസ്റ്റം അവിടെ നടക്കും. പക്ഷേ ഇന്ന് എല്ലാ രാജ്യങ്ങളിലും കൂടുതലാണ്? ജനസംഖ്യ കൂടുതലാണ്. ഒരു മൈതാനത്ത് മാത്രം കൂടാവുന്ന ആളുകളാണോ ഇന്നൊരു രാജ്യത്തുള്ളത്? ഒരിക്കലും അല്ല. അതുകൊണ്ട് ഈ സിസ്റ്റം ഇന്ന് പ്രായോഗികം അല്ല. ഇന്ന് ലോകത്തെവിടെയും പ്രത്യക്ഷ ജനാധിപത്യം ഇല്ല. പുരാതന ഗ്രീസിലും റോമിലും നിലനിന്ന സിസ്റ്റം. അപ്പോൾ ഇൻ ദിസ് സിസ്റ്റം പീപ്പിൾ പീരിയോഡിക്കലി അസംബിൾ ടുഗദർ ആൻഡ് പെർഫോം ഗവൺമെൻറ്റൽ ആക്ഷൻസ് ലൈക്ക് മേക്കിംഗ് ലോസ്, അപ്പോയിൻറ്റിംഗ് ഓഫീസേഴ്സ് ആൻഡ് പണിഷ് ദ ക്രിമിനൽസ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ഇന്ന് എന്തൊക്കെ ചെയ്യുന്നു അത് ജനക്കൂട്ടം തന്നെ ചെയ്യും, അവർ തന്നെ ചെയ്യുന്നു. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദ റൂൾ ഓഫ് ദ പീപ്പിൾ ബൈ ദംസെൽസ്. ഇറ്റ് ഈസ് ദ റൂൾ ഓഫ് ദ പീപ്പിൾ ബൈ ദംസെൽസ്. ജനങ്ങൾ അവരെ തന്നെ നേരിട്ട് ഭരിക്കുന്ന രീതിയാണ്. ജനങ്ങൾ അവരെ തന്നെ നേരിട്ട് ഭരിക്കുകയാണ്. അല്ലാതെ ജനങ്ങൾ, ഒരു കൂട്ടം ജനങ്ങളെല്ലാം കൂടെ ചേർന്ന് അവരെ ഭരിക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കാനായിട്ട് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നില്ല, ഒരു റെപ്രസെൻറ്റേറ്റീവിനെ ഈ സമ്പ്രദായത്തിൽ തിരഞ്ഞെടുക്കുന്നില്ല. മറിച്ച് ഇറ്റ് ഈസ് ദ റൂൾ ഓഫ് ദ പീപ്പിൾ ബൈ ദംസെൽസ്. ജനങ്ങൾ അവരെ തന്നെ നേരിട്ട് ഭരിക്കുന്നു. അല്ലേ? വികസന പ്രവർത്തനങ്ങൾ അവർ തന്നെ ചെയ്യുന്നു. ഇപ്പോൾ പാലം ഉണ്ടാക്കണം. പാലം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് ജനങ്ങളെല്ലാം കൂടെ വന്ന് പാലം നിർമ്മിക്കുകയാണ് എല്ലാവരും കൂടെ ചേർന്ന്. കുറ്റവാളികളെ വിചാരണ ചെയ്ത് ശിക്ഷിക്കുന്നത് അത് കുറ്റവാളികളെ കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നതൊക്കെ ജനക്കൂട്ടമാണ്. നിയമങ്ങൾ, അവർക്ക് വേണ്ട നിയമങ്ങൾ അവരുണ്ടാക്കുകയാണ്. ജനങ്ങൾ തന്നെ ഉണ്ടാക്കുന്നു, അവർ തന്നെ നേരിട്ടെല്ലാം ചെയ്യുന്നു. അവർ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി വേറെ ആരെയും തിരഞ്ഞെടുക്കുന്നത്തെ പോലെ വേറെ ആരെയും തിരഞ്ഞെടുക്കുന്നില്ല, അവരുടെ റെപ്രസെൻറ്റേറ്റീവിനെ തിരഞ്ഞെടുക്കുന്നില്ല. അല്ലേ? ബട്ട് ദിസ് സിസ്റ്റം ഇസ് നോട്ട് പ്രാക്ടിക്കബിൾ ടുഡേ ബിക്കോസ് ഓഫ് ഓവർ പോപ്പുലേഷൻ. അല്ലേ? ജനസംഖ്യ കൂടുതലായതുകൊണ്ട് ഈ സിസ്റ്റം ഇന്ന് പ്രാക്ടിക്കബിൾ അല്ല. പ്രത്യക്ഷ ജനാധിപത്യം ഇന്ന് പ്രായോഗികമല്ല. കാര്യം എല്ലാ രാജ്യങ്ങളിലും ജനസംഖ്യ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഡയറക്റ്റ് ഡെമോക്രസി എന്ന് മനസ്സിലായി കാണും. അതിന് ഉദാഹരണം ഏതൊക്കെ 60 സ്റ്റേറ്റ്സാണ്? പുരാതന ഗ്രീസിലെയും റോമിലെയും നഗരരാഷ്ട്രങ്ങളെന്ന് തന്നെ പറയണം. പുരാതന ഗ്രീസിലെയും റോമിലെയും നഗരരാഷ്ട്രങ്ങളാണ് ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പ്രത്യക്ഷ ജനാധിപത്യത്തിന്. ഇനി അടുത്തത് ഇൻഡയറക്റ്റ് ഡെമോക്രസി, പരോക്ഷ ജനാധിപത്യം. ഇൻഡയറക്റ്റ് ഡെമോക്രസി, പരോക്ഷ ജനാധിപത്യം. ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ന് കാണുന്ന ജനാധിപത്യത്തിൻ്റെ രൂപം ഇൻഡയറക്റ്റ് ആണ്. അല്ലേ? ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ഡെമോക്രസിയാണ്. ആ സിസ്റ്റം എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആണ്. പരോക്ഷ ജനാധിപത്യത്തിൻ്റെ പരോക്ഷ രൂപമാണ് ഇന്ന് സ്വീകരിക്കുന്നത്. നമുക്കറിയാവുന്ന രൂപം, നമ്മളൊക്കെ എന്താണോ ചെയ്യുന്നത് അതാണ്, നമ്മളൊക്കെ ചെയ്യുന്നത് എന്താണ് അത് തന്നെയാണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി. കാര്യം ഇൻ ദിസ് സിസ്റ്റം
people elect some representatives. In this system, people elect some representatives and that representatives form the government. ഈ സമ്പ്രദായത്തിൽ ജനങ്ങൾ അവരുടെ കുറച്ച് റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുക്കുന്നു, അവരുടെ കുറച്ച് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. നമ്മൾ അങ്ങനെയല്ലേ അല്ലേ, ഇത്ര ലക്ഷം ആൾക്കാർക്ക് ഇത്ര പ്രതിനിധിയുണ്ട്, അപ്പോൾ അത്രയും ലക്ഷം ആളുകൾ അത്രയും പ്രതിനിധികളെ തിരഞ്ഞെടുക്കും. പീപ്പിൾ എലക്ട് സം റെപ്രസെൻറ്റേറ്റീവ്സ് ആൻഡ് ദാറ്റ് റെപ്രസെൻറ്റേറ്റീവ്സ് ഫോം ദ ഗവൺമെൻറ്. ആ പ്രതിനിധികളാണ് എന്തുണ്ടാക്കുന്നത്, ഗവൺമെൻറ് ഉണ്ടാക്കുന്നത്. അങ്ങനെയല്ലേ ഇന്നത്തെ സമ്പ്രദായം. നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു, ആ പ്രതിനിധി ഗവൺമെൻറ്റിൽ പങ്കാളിയാവുന്നു, നമുക്ക് വേണ്ടി അവരാണെല്ലാം ചെയ്യുന്നത് അല്ലേ. അവർ നിയമങ്ങൾ ഉണ്ടാക്കും, നമുക്ക് വേണ്ടി അവർ നിയമങ്ങൾ ഉണ്ടാക്കും. വികസന പ്രവർത്തനങ്ങൾ നമുക്ക് വേണ്ടി അവർ ചെയ്യും, നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ചെയ്യും. ഇന്ന് കാണുന്ന സിസ്റ്റം. സോ ഇൻഡയറക്റ്റ് ഡെമോക്രസി വാസ് അതർവൈസ് കോൾഡ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. ഇതിന് വേറൊരു പേരിലും അറിയപ്പെടുന്നു. എന്താണ് അറിയപ്പെടുന്നത്? റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്നും അറിയപ്പെടുന്നു. റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി, പ്രാതിനിധ്യ ജനാധിപത്യം എന്നും ഏതിനറിയപ്പെടുന്നു? ഇൻഡയറക്റ്റ് ഡെമോക്രസിയെ അറിയപ്പെടുന്നു, പരോക്ഷ ജനാധിപത്യത്തെ അറിയപ്പെടുന്നു. കാര്യം ജനങ്ങൾ ഇവിടെ നേരിട്ടല്ല ഒന്നും ചെയ്യുന്നത്, ജനങ്ങൾ അവർക്ക് വേണ്ടി അവർ കുറച്ച് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു, ആ പ്രതിനിധികൾ ചേർന്ന് ഗവൺമെൻറ് ഉണ്ടാക്കുന്നു, ആ ഗവൺമെൻറ്റാണ് ഭരണം നടത്തുന്നത്, ആ ഗവൺമെൻറ്റാണ് വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, ആ ഗവൺമെൻറ്റാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. മനസ്സിലായി? ഈ സിസ്റ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത്. ലോകത്തിലെ ഭൂരിഭാഗം ജനാധിപത്യ രാജ്യങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ പരോക്ഷ ജനാധിപത്യമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പരോക്ഷ ജനാധിപത്യത്തിൻ്റെ ഉദാഹരണം ഇന്ത്യ എന്നുള്ള ലോകത്തുള്ള ജനാധിപത്യ രാജ്യങ്ങളെല്ലാം തന്നെ പരോക്ഷ ജനാധിപത്യത്തിന് ഉദാഹരണം ആണ്. ഓക്കെ, അപ്പോൾ ജനാധിപത്യത്തിൻ്റെ രണ്ട് വശങ്ങളാണ്, പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും. അപ്പോൾ ഇത്രയുമാണ് ഡെമോക്രസിയുടെ എന്താണ് ഡെമോക്രസിയുടെ മീനിങ്, ഡെമോക്രസിയുടെ രണ്ട് വശങ്ങൾ. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ഇലക്ഷൻ സമ്പ്രദായങ്ങളെക്കുറിച്ചാണ്. ഇലക്ഷൻ സിസ്റ്റംസിനെ കുറിച്ചാണ്. അതായത് ജനങ്ങൾ എങ്ങനെയാണ് അവരുടെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നത്, ആ തിരഞ്ഞെടുക്കുന്ന രീതി, ആ സമ്പ്രദായം. അതായത് there are two types of election systems in the world. They are first past the post system, another is proportional representation. ഈ രണ്ട് രീതിയിലുള്ള ഇലക്ഷൻ സമ്പ്രദായങ്ങളാണ് ലോകത്തുള്ളത്. ഒന്നാമത്തേനെ പറയുന്നതാണ് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം. രണ്ടാമത്തെ പറയുന്നത് പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ. ആനുപാതിക പ്രാതിനിധ്യം. ഇതിനെ നമ്മൾ മലയാളത്തിലും പറയുന്നത് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സമ്പ്രദായം എന്ന് പറയും. ഇതിനെ നമ്മൾ പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷനെ നമ്മൾ ആനുപാതിക പ്രാതിനിധ്യം എന്ന് പറയും. അപ്പോൾ എന്താണ് നമുക്ക് ആദ്യം പറയാം, ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം എന്താണ് എന്ന് നമുക്ക് ആദ്യം പഠിക്കാം. ജനങ്ങൾ അവരുടെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് നമ്മൾ തിരഞ്ഞെടുപ്പ് സമ്പ്രദായം എന്ന് പറയുന്നത്. ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഉദാഹരണം എളുപ്പമാണത്. കാര്യം ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഉദാഹരണം ഇന്ത്യയാണ്. ഇന്ത്യയിൽ നമുക്കറിയാം നമ്മൾ എങ്ങനെയാണ് ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നത്. അതായത് നമുക്കറിയാം, ഇപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ നമുക്കറിയാം ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, ഒരു നിയോജക മണ്ഡലത്തിൽ ഒട്ടനവധി സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ നിൽക്കും, നോമിനേഷൻ കൊടുക്കും ഇല്ലേ, ഒട്ടനവധി സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ നിൽക്കും ഇല്ലേ. ഇപ്പോൾ ABCD ഒരു നിയോജക മണ്ഡലത്തിൽ, കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറഞ്ഞാൽ നിയോജക മണ്ഡലം എന്നാണ് കോൺസ്റ്റിറ്റ്യുവൻസി. അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒട്ടനവധി സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ നിർത്തും, അല്ലെങ്കിൽ ഒട്ടനവധി രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കാൻ അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തും. അങ്ങനെ നിർത്തുന്ന സ്ഥാനാർത്ഥികളിൽ ദ candidate who get the maximum number of votes declared as the winner. ഒട്ടനവധി സ്ഥാനാർത്ഥികൾ നിൽക്കുമ്പോൾ ജനങ്ങൾ വന്ന് വോട്ട് ചെയ്യുന്നു. ആ വോട്ട് ചെയ്യുന്ന വോട്ടുകളിൽ കൂടുതൽ എണ്ണം വോട്ട് കിട്ടുന്ന സ്ഥാനാർത്ഥി വിജയിയായി മാറുന്നു. ദ മാക്സിമം നമ്പർ ഓഫ് വോട്ട്. ഇവിടെ മാക്സിമം നമ്പർ ഓഫ് വോട്ട് എന്ന പ്രാധാന്യം
പെർസെൻറ്റേജ് ഓഫ് വോട്ട്സിന് ഒരു പ്രാധാന്യവും ഇല്ല. ഇപ്പോൾ ഉദാഹരണം എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ 100 വോട്ടുണ്ടെന്ന് വിചാരിക്കുക. 100 വോട്ടുണ്ട്. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ് സ്ഥാനാർത്ഥി നിൽക്കുന്നു. എക്ക് കിട്ടിയ വോട്ട് 100 വോട്ടാണ് മൊത്തം ഉള്ളത്. എക്ക് കിട്ടിയ വോട്ട് 30 വോട്ട്, ബിക്ക് കിട്ടിയത് 40 വോട്ട്, സിക്ക് കിട്ടിയത് 20 വോട്ട്, ഡിക്ക് കിട്ടിയത് 10 വോട്ട്. ഇവിടെ ആരാണ് വിജയിയായി മാറുന്നത്? ബി ആണ് വിജയിയായി മാറുന്നത്. ബി ആണ് വിജയി. കാര്യം മൊത്തം പോൾ ചെയ്ത വോട്ടുകളിൽ കൂടുതൽ എണ്ണം വോട്ട് കിട്ടിയത് ബിക്കാണ്. അതുകൊണ്ട് ബി വിജയിയായി മാറുന്നു. എന്നാൽ നമ്മൾ പേഴ്സൻറ്റേജ് എടുത്ത് നോക്കിയാണ്. പേഴ്സൻറ്റേജ് എടുത്തു കഴിഞ്ഞാൽ 40% വോട്ടുകൾ മാത്രമേ ബിക്ക് കിട്ടിയുള്ളൂ. അതായത് 60% പേരും ബി എന്ന സ്ഥാനാർത്ഥിക്ക് എതിരാണ്. അയാൾക്ക് വോട്ട് കൊടുത്തില്ല 60% പേരും. പക്ഷേ ഇവിടെ ശതമാനത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ല. കൂടുതൽ എണ്ണം വോട്ട് ആർക്കാണോ കിട്ടിയത് അവർ ആണ് വിജയിയായി മാറുന്നത്. ഇല്ലേ? ഇങ്ങനെയാകുമ്പോൾ ബി ഇവിടെ വിജയമാകും. കാര്യം നോക്കിയാണ്, ബാക്കിയുള്ളവരെല്ലാവരും 60 ആളുകൾ വോട്ട് കൊടുത്തില്ല. പക്ഷേ 40 ആളുകൾ മാത്രമേ ബിക്ക് വോട്ട് ചെയ്തുള്ളൂ. പക്ഷേ 40 വോട്ട് കിട്ടിയ ബി ആണ് വിജയി. മൊത്തം പോൾ ചെയ്ത വോട്ടുകളിൽ കൂടുതൽ എണ്ണം വോട്ട് കിട്ടിയ സ്ഥാനാർത്ഥി വിജയിയായി മാറുന്നു. ഈ സമ്പ്രദായത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ പെർസെൻറ്റേജ് ഓഫ് വോട്ട്സിന് യാതൊരു പ്രാധാന്യവും ഇല്ല. നമ്പർ ഓഫ് വോട്ട്സിന്, മാക്സിമം നമ്പർ ഓഫ് വോട്ട്സ്, അത് ഏത് സ്ഥാനാർത്ഥിയാണോ പിടിച്ചെടുക്കുന്നത് കിട്ടുന്നത്, അല്ലേ? വോട്ട് സ്പ്ലിറ്റായി പോകും. ഇങ്ങനെയാകുമ്പോൾ നമ്മൾ നോക്കിയാണ് വോട്ട് സ്പ്ലിറ്റായി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഉള്ളതിൽ കൂടുതൽ കിട്ടിയാൽ മതി, ആ സ്ഥാനാർത്ഥി വിജയിയായി മാറുന്നു. ഇതാണ് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം. ഇനി അവിടുത്തെ സിസ്റ്റം ഇതാണ്, പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ, ആനുപാതിക പ്രാതിനിധ്യം. അതായത് ഇസ്രയേൽ പോലുള്ള രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന സമ്പ്രദായം ഇതാണ്. ഇസ്രയേൽ പോലുള്ള രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന സംവിധാനം പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷനാണ്. അതായത് ഉദാഹരണം ഇപ്പോൾ നമ്മുടെ ഇസ്രയേൽ പാർലമെൻറ്റിനെ പറയുന്നത് നെസറ്റ് എന്നാണ് പറയുന്നത്. ഇസ്രയേലി പാർലമെൻറ്റിലേക്ക് പറയുന്ന പേര്. അപ്പോൾ നെസറ്റിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ രീതി അനുസരിച്ചാണ് നെസറ്റിൻ്റെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ അവിടെ എങ്ങനെ പറയാമോ, ഇവിടെ പെർസെൻറ്റേജ് ഓഫ് വോട്ട്സിനാണ് പ്രാധാന്യം, നോട്ട് നമ്പർ ഓഫ് വോട്ട്സ്. നമ്പർ ഓഫ് വോട്ട്സിന് യാതൊരു പ്രാധാന്യവുമില്ല, പെർസെൻറ്റേജ് ഓഫ് വോട്ട്സിനാണ് പ്രാധാന്യം. ഇവിടെ എന്ന് പറയുന്നത് ഇപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ നിയമസഭാ സീറ്റിലേക്കാണല്ലോ ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് വിടുന്നത്. അപ്പോൾ ആ സീറ്റിലേക്ക് ഉള്ള തിരഞ്ഞെടുപ്പിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവരവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തും. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ചിലപ്പോൾ രാജ്യം മുഴുവൻ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ആയിരിക്കും, അല്ലെങ്കിൽ 1-2 കോൺസ്റ്റിറ്റ്യുവൻസീസ് കാണും രാജ്യം മുഴുവൻ. കാര്യം ഇവിടെ നിയോജക മണ്ഡലങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം തന്നെയില്ല. ഒരു രാജ്യം മുഴുവൻ ചിലപ്പോൾ ഒറ്റ നിയോജക മണ്ഡലമായിരിക്കും, ചിലപ്പോൾ 1-2 അല്ലെങ്കിൽ പിന്നെ സൗകര്യപ്രദമായിട്ട് 2-3 അത്രയൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ ഒരു രാജ്യം മുഴുവൻ ഒറ്റ നിയോജക മണ്ഡലമായിരിക്കും, ഇല്ലെങ്കിൽ 1-2 നിയോജക മണ്ഡലങ്ങൾ കാണും. അപ്പോൾ ആ നിയോജക മണ്ഡലങ്ങളിലേക്ക് ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവരുടെ സ്ഥാനാർത്ഥിയെ നിർത്തും. അപ്പോൾ ഇവിടെ നമുക്ക് ഉദാഹരണം എടുക്കാം. ഇപ്പോൾ എ എന്ന് പറയുന്ന പാർട്ടി, ഇവിടെ എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിക്ക് യാതൊരു പ്രാധാന്യവുമില്ല, മറിച്ച് ആർക്കാണ് പ്രാധാന്യം? പൊളിറ്റിക്കൽ പാർട്ടിക്കാണ് പ്രാധാന്യം. സ്ഥാനാർത്ഥിക്കല്ല പ്രാധാന്യം, പൊളിറ്റിക്കൽ പാർട്ടിക്കാണ്. കാര്യം പീപ്പിൾ വോട്ട് ഫോർ ദ പാർട്ടി, ജനങ്ങൾ പാർട്ടിക്കാണ് ഇവിടെ വോട്ട് കൊടുക്കുന്നത്. സ്ഥാനാർത്ഥിക്ക് ഉപരി ജനങ്ങൾ സെലക്ട് ചെയ്യുന്നത് പാർട്ടിക്കാണ്, പാർട്ടിയാണ് തിരഞ്ഞെടുക്കുന്നത്. സ്ഥാനാർത്ഥിക്ക് വലിയ പ്രാധാന്യം ഒന്നും ഇവിടെ സമ്പ്രദായത്തിലില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ 4 രാഷ്ട്രീയ പാർട്ടികൾ 4 സ്ഥാനാർത്ഥികളെ നിർത്തി. എ ബി സി ഡി 4 രാഷ്ട്രീയ പാർട്ടികൾ 4 സ്ഥാനാർത്ഥികൾ നിർത്തി. ഇപ്പോൾ രാജ്യം മുഴുവൻ, ഇസ്രായേൽ മുഴുവൻ ഒരു നിയോജക മണ്ഡലമുണ്ട് വിചാരിക്കുക. ഒരു നിയോജക മണ്ഡലമേ ഉള്ളൂ. ആ നിയോജക മണ്ഡലത്തിൽ രാജ്യം മുഴുവൻ ഒറ്റ നിയോജക മണ്ഡലം ഒന്നും പ്രാധാന്യമില്ല ഇവിടെ. അപ്പോൾ എ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി, ബി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി വേറൊരു സ്ഥാനാർത്ഥി നിർത്തി. ഇവരെല്ലാവരും സ്ഥാനാർത്ഥി നിർത്തും. കാര്യം പീപ്പിൾ വോട്ട് ഫോർ ദ പാർട്ടി, ജനങ്ങൾ ഈ സ്ഥാനാർത്ഥിക്കല്ല മറിച്ച് ജനങ്ങൾ സ്ഥാനാർത്ഥിയിലുപരി ആ പാർട്ടിയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇലക്ഷൻ നടക്കുന്നു, ജനങ്ങൾ വോട്ട് ചെയ്യുന്നു. അപ്പോൾ എ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നിർത്തിയ സ്ഥാനാർത്ഥിക്ക്, അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ആണ് നോക്കുന്നത്. ഇവിടെ എണ്ണമല്ല നോക്കുന്നത്. ഇവിടെ 30% വോട്ട്
എ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടി. ബി എന്ന് പറയുന്ന പാർട്ടിക്ക് 40% വോട്ട് കിട്ടി. സി എന്ന് പറയുന്ന പാർട്ടിക്ക് 20% വോട്ട് കിട്ടി. ഡി എന്ന് പറയുന്ന പാർട്ടിക്ക് 10% വോട്ട് കിട്ടി. അപ്പോൾ ഇവിടെ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന പാർട്ടിക്ക് നിയമനിർമ്മാണ സഭയിൽ 30% സീറ്റുകൾ അവർക്ക് അർഹതപ്പെട്ടതാണ്. ആ 30% സീറ്റുകൾ ആ രാഷ്ട്രീയ പാർട്ടി ഇഷ്ടപ്പെടുന്ന ആളുകളെ കൊണ്ട് അത് ഫില്ല് ചെയ്യും. ജനങ്ങൾ വോട്ട് കൊടുത്തത് ഒരാൾക്കാണ്, പക്ഷേ നിയമനിർമ്മാണ സഭയിൽ അവരുടെ എത്ര ആ പാർട്ടിയുടെ 30 ആളുകൾ വന്നിരിക്കും. 30% സീറ്റ് അവർക്ക് കിട്ടിയെന്ന് ആ രാഷ്ട്രീയ പാർട്ടി സെലക്ട് ചെയ്യുന്ന ആ പാർട്ടിയിലുള്ള 30 പേര് വന്ന് നിയമനിർമ്മാണ സഭയിൽ ഇരിക്കും. അല്ലെങ്കിൽ 30% സീറ്റുകൾ അവർക്ക് അവകാശപ്പെട്ടത്. ബി എന്ന് പറയുന്ന പാർട്ടിക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ആ ബി എന്ന് പറയുന്ന പാർട്ടി നിർത്തിയ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് 40%. അങ്ങനെ ആകുമ്പോൾ 40% സീറ്റുകൾ, നിയമനിർമ്മാണ സഭയിലെ 40% സീറ്റുകൾ ബി എന്ന് പറയുന്ന ആ പാർട്ടിക്ക് അവകാശപ്പെട്ടതാണ്. ആ സീറ്റുകൾ അവർ ഫില്ല് ചെയ്യും, ആ പാർട്ടിയാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങൾ വോട്ട് കൊടുക്കുന്ന ഒരാൾക്കാണ് വോട്ട് കൊടുത്തത്. നിയോജക മണ്ഡലങ്ങൾ ഒന്നാണെങ്കിൽ ഓരോ സ്ഥാനാർത്ഥിയും ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഓരോ സ്ഥാനാർത്ഥികൾ നിർത്തും. 2 or 3 ഒക്കെ ആണെങ്കിൽ അത് കണക്ക് 2 or 3 സ്ഥാനാർത്ഥികളാണ്, അത്രയേ ഉള്ളൂ. ഇവിടെ സ്ഥാനാർത്ഥിക്കൊന്നും വലിയ പ്രാധാന്യമില്ല. കാര്യം പാർട്ടിക്കാണ് ജനങ്ങൾ വോട്ട് കൊടുക്കുന്നത്. നിയോജക മണ്ഡലങ്ങൾക്കും വളരെ പ്രാധാന്യമൊന്നും തന്നെ ഇല്ല. മനസ്സിലായി? അപ്പോൾ സി എന്ന് പറയുമ്പോൾ 20, ഡി എന്ന് പറയുമ്പോൾ 20% സീറ്റ് അവർക്ക് കിട്ടും. ഡിക്ക് 10% സീറ്റേ കിട്ടിയുള്ളൂ. അപ്പോൾ അവർക്ക് നിയമനിർമ്മാണ സഭയിൽ അവർക്കും തോൽവിയില്ല. അവർക്കും 10% സീറ്റുകൾ അവർക്കും ലഭിക്കും നിയമനിർമ്മാണ സഭയിൽ, അല്ലേ? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നോക്കിയാണ് 1% സീറ്റ് കിട്ടിയ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ട്, 1% വോട്ട് കിട്ടിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ഒരു സീറ്റ് ആർക്ക് അവകാശപ്പെട്ടത്? ആ 1% സീറ്റ് കിട്ടിയോ അയാൾക്കും കിട്ടും ഒരു സീറ്റ് നിയമനിർമ്മാണ സഭയിൽ. ഈ സിസ്റ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്, ആനുപാതിക പ്രാതിനിധ്യം എന്ന് പറയുന്നത്. ഈ സമ്പ്രദായത്തെയാണ് നമ്മൾ ആനുപാതിക പ്രാതിനിധ്യം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ 2 രീതിയിലുള്ള ഇലക്ഷൻ സമ്പ്രദായങ്ങളാണുള്ളത്. ഒന്ന് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം, മറ്റൊന്ന് പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ. മനസ്സിലായല്ലോ? ഓക്കെ. നമ്മൾ ഉദാഹരണം മനസ്സിലാക്കേണ്ട ഉദാഹരണമാണ് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം പ്രകാരവും രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ അനുസരിച്ചുമാണ്. ഇന്ത്യയിൽ 2 പാർലമെൻറ്റിലെ 2 സഭകളാണ് നമുക്കറിയാം, ലോക്സഭയും രാജ്യസഭയും. ഓക്കെ. രാജ്യം പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ നിലനിൽക്കുന്ന ഒരു രാജ്യം ഏതാണ്? ഇസ്രായേലാണ്. ഇതിൻ്റെ ഉദാഹരണം ഇന്ത്യ. അപ്പോൾ ഇലക്ഷൻ സമ്പ്രദായം ഈ 2 എണ്ണമാണ്. രണ്ടും ഒരു 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ചോദിക്കും. കാര്യം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു.